ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് വെസ്റ്റ് ബംഗാളിൽ സ്ട്രോങ് റൂം തുറന്നു, ബാലറ്റ് തുറന്നു എന്ന ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ട് തൃണമൂൽ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ആ പ്രതിഷേധം നടക്കുന്നിടത്തേക്ക് മമതാ ബാനർജി എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഭവാനിപ്പൂരിൽ പ്രതിഷേധം നടക്കുന്നിടത്തേക്ക് മമതാ ബാനർജി എത്തിയിരിക്കുന്നു. നേരത്തെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ പശ്ചിമ ബംഗാളിൽ ഒരുപാട് പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ വരുന്നത് ഏറ്റവും ഒടുക്കം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മെയ് 4 റിസൾട്ട് കാത്തിരിക്കുന്നതിനിടയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വലിയ അട്ടിമറി ആരോപണങ്ങൾ അടക്കമാണ് ഉയർത്തുന്നത്. നിലവിൽ ഭവാനിപ്പൂരിൽ സ്റ്റോറും തുറന്ന് ഈ പറഞ്ഞതുപോലെ ബാലറ്റ് ബോക്സ് തുറക്കാൻ നോക്കി തുറന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് തൃണമൂൽ പ്രതിഷേധിക്കുന്നത്. രാത്രി വൈകിയും കനത്ത മഴയിലും പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം നമ്മൾ ഭവാനിപ്പൂരിൽ കണ്ടു. ആ പ്രതിഷേധം ഇപ്പോഴും അതേപടി തുടരുകയാണ്. കഴിഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം BJPയുടെ ഒരു അട്ടിമറി ജയം വെസ്റ്റ് ബംഗാൾ ഉണ്ടാകുമെന്ന പ്രചാരണങ്ങൾ കൂടി, അത് എക്സാക്ട് പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിൽ സ്റ്റോർ റൂമുകൾക്ക് മുമ്പിൽ വലിയ സുരക്ഷ ഒരുക്കണം, പ്രവർത്തകർ കണ്ണുനട്ട് കാത്തിരിക്കണം, കണ്ണുനട്ട് ശ്രദ്ധയിലുണ്ടാകണം എന്നടക്കം മമതാ ബാനർജി നിർദ്ദേശമൊക്കെ കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ ഭവാനിപ്പൂരിൽ ഒരു പുതിയൊരു ആരോപണം കൂടി, ഈ ബാലറ്റ് ബോക്സുകൾ തുറന്ന ആരോപണം തൃണമൂൽ ഉയർത്തുന്നത്. ശ്രീനാഥ്, രാത്രി വൈകും വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തൽസ്ഥിതി എന്താണ്? ഹലോ ശ്രീനാഥ്, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ആളുകൾ വാഹനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കാണുന്നു. നിലവിൽ തൽസ്ഥിതി എന്താണ്? പ്രതിഷേധം തുടരുകയാണ്. അതിലൊരു പോലീസുകാരന് പരിക്കേറ്റ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ഈ കേന്ദ്രത്തിനകത്ത്, ഈ EVM-കൾ സൂക്ഷിച്ച ഈ കേന്ദ്രത്തിനകത്ത് 2 മണിക്കൂറിലധികമായി മമതാ ബാനർജി ഉണ്ട്. പുറത്ത് തൃണമൂൽ പ്രവർത്തകർ സംഘടിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകിട്ട് മമത പുറത്തുവിട്ട വീഡിയോയിൽ EVM-കൾ സൂക്ഷിച്ചിടങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം, വേണ്ടി വന്നാൽ ഞാൻ തന്നെ രംഗത്തിറങ്ങും എന്ന് പറഞ്ഞിരുന്നു. ഭവാനിപ്പൂരിൽ ഇപ്പോൾ മമതാ ബാനർജി തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു. ചോദിക്കട്ടെ, ഭവാനിപ്പൂരിന് പുറമെ വേറെ എവിടെയെങ്കിലും സമാനമായ ബാലറ്റ് തുറന്ന ആരോപണം ഉയർത്തുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അങ്ങനെ ആരോപണം കേൾക്കുന്നു? തീർച്ചയായും നേരത്തെ തൃണമൂൽ കോൺഗ്രസ് ആദ്യം ആരോപണം ഉന്നയിച്ചത് നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. അവിടെ ചില CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടാണ് അവിടെ തിരിമറി നടന്നു എന്നൊരു ആരോപണം അവർ ഉന്നയിച്ചത്. പിന്നാലെ അവിടെ TMC നേതാക്കളുടെ, തൃണമൂൽ നേതാക്കളുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്, ധർണ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്ട്രോങ് റൂമിനകത്ത് കടന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കമല്ല, അത് സ്ട്രോങ് റൂം ആയിരുന്നില്ല. അതിനപ്പുറത്തുള്ള മറ്റൊരു മുറിയിൽ ഈ പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കലാണ് നടന്നത് എന്നൊരു വിശദീകരണമായിരുന്നു ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. അതിനുശേഷം പിന്നാലെ സമരം അവിടെ അവസാനിപ്പിക്കുകയും നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് മമതാ ബാനർജി ഭവാനിപ്പൂരിലെ മറ്റൊരു EVM സൂക്ഷിച്ച കേന്ദ്രത്തിലേക്ക് എത്തി, വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തി എന്നുള്ള വിവരം വന്നത്. അവിടേക്ക് വലിയ പോലീസ് സന്നാഹം പിന്നാലെ എത്തി, മാധ്യമങ്ങളും അവിടേക്ക് എത്തി. പുറത്ത് തൃണമൂൽ പ്രവർത്തകർ സംഘടിച്ചെത്തിയിട്ടുണ്ട്. അവിടെ പോലീസുമായി വാക്കുതർക്കം നടക്കുന്നു എന്നതാണ് നമ്മൾ അറിയുന്നത്. കേന്ദ്രസേന ഉദ്യോഗസ്ഥരെയും ഇവിടെ സുരക്ഷയ്ക്കായി അധികമായി നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ ഭവാനിപ്പൂരിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. 2-2.5 മണിക്കൂറായി അവിടുത്തെ പോളിംഗ്, ഈ പറഞ്ഞ ബാലറ്റുകൾ സൂക്ഷിച്ച കേന്ദ്രത്തിനകത്താണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉള്ളത്. നേരത്തെ 5 മണിയോടുകൂടി, വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ ബാലറ്റ് മെഷീൻ തുറക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് തൃണമൂൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഭവാനിപ്പൂരിൽ ഒരിടത്താണ് നേരത്തെ ആരോപണം ഉന്നയിച്ചെങ്കിൽ 2 സമാനമായ രീതിയിൽ ബാലറ്റ് തുറന്ന ആരോപണം ഉന്നയിക്കുന്നു. രാത്രി വൈകിയും ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത രീതിയിൽ, സമാനതയില്ലാത്ത രീതിയിൽ ഒരു പ്രതിഷേധം രാത്രി വൈകി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് ഈ റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന ആ സെന്ററിന് മുമ്പിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. അതും തെളിവുകളടക്കം പുറത്തുവിട്ടുകൊണ്ട് നേരത്തെ അടക്കം ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും EVM അട്ടിമറി നടക്കുമുള്ള ആരോപണങ്ങളൊക്കെ പരക്കെ വേഗമായി ഉയർത്തപ്പെടുമ്പോഴും നിലവിൽ ഇതാ പശ്ചിമ ബംഗാൾ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് അതിശക്തമായ ഒരു ആരോപണമാണ് തൃണമൂൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഭവാനിപ്പൂരിലാണ് 2 കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ബാലറ്റ് തുറന്നു എന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. ജനാധിപത്യ വ്യവസ്ഥയുടെ ആത്മാവായ ബാലറ്റ് ബോക്സിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയ ശേഷം മെയ് 4 കൗണ്ടിങ്ങിന് മാത്രം തുറക്കേണ്ട ബാലറ്റ് പെട്ടികൾ എന്തിന് തുറന്നോ
തുറന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ ഭവാനിപ്പൂരിൽ ഉയർത്തപ്പെടുകയാണ്. ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകേണ്ടതുണ്ട്. നിലവിൽ അത്തരത്തിൽ ബാലറ്റ് ബോക്സുകൾ തുറന്നിട്ടില്ല, അതാത് മണ്ഡലങ്ങളിലേക്ക് ഷഫിൾ ചെയ്യുന്നതിന്റെ ഭാഗമായി മാറ്റാനുള്ള നീക്കം മാത്രമായിരുന്നു എന്നൊക്കെ വിശദീകരണങ്ങൾ വരുമ്പോഴും ആ ആരോപണത്തിൽ ബാലറ്റ് ബോക്സുകൾ തുറന്നുവെന്ന ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു വലിയ പൊളിറ്റിക്കൽ ഡ്രാമ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് പശ്ചിമ ബംഗാൾ തൃണമൂൽ ഒരുങ്ങുന്നു. ഇതാ മമതാ ബാനർജിയെ നേരിട്ട് തന്നെ ഈ പറഞ്ഞ കേന്ദ്രത്തിലേക്ക് എത്തി 2-2.5 മണിക്കൂറായി ഈ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ മമതാ ബാനർജി ആ കേന്ദ്രത്തിനകത്താണുള്ളത്. പുറത്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഈ പ്രവർത്തകർ തൃണമൂൽ പ്രവർത്തകർ സംഘടിക്കുന്നു. സമയം 10:50 ആകുന്നു, രാത്രി വൈകുന്നു. ഈ രാത്രി വൈകുമ്പോഴും ഈ പറഞ്ഞ കേന്ദ്രത്തിൽ EVM കേന്ദ്രങ്ങൾ പരക്കെ എല്ലാ ബാലറ്റ് ബോക്സ് സൂക്ഷിച്ച കേന്ദ്രങ്ങളിലും പ്രവർത്തകരുടെ ശ്രദ്ധ വേണം, ജാഗ്രത വേണമെന്ന് മമതാ ബാനർജി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശമൊക്കെ നിലനിൽക്കെ തന്നെയാണ് നിലവിൽ ഭവാനിപ്പൂരിൽ ഒരു വലിയ പ്രതിഷേധം, അതേപോലെ വലിയ അതിശക്തമായ ആരോപണമൊക്കെ ഇപ്പോൾ ഉയർത്തപ്പെടുന്നത്. നിലവിൽ അവിടെ പ്രവർത്തകർ സംഘടിച്ചെത്തിയിട്ടുണ്ട്, വലിയ കൂട്ടമുണ്ട്. ശ്രീനാഥചന്ദ്രനാണ് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് വാർത്തകൾ അതിന്റെ വിശദാംശങ്ങൾ നൽകി പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.